ഈ സ്ത്രീ മാലിന്യം പുറത്തെടുക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവളുടെ ഭർത്താവിനെ കണ്ടെത്തി. 3 വർഷമായി അവളെ കാണാതിരുന്ന ഭർത്താവ് അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടെത്തി. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവളുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അയാളെ കൈകളിൽ മുറുകെ പിടിച്ചു. 3 വർഷം മുൻപ് യുദ്ധം കാരണം മുൻനിരയിലേക്ക് പോവുകയല്ലാതെ ഈ പുരുഷന് വേറെ മാർഗമില്ലായിരുന്നു. ആ ദിവസം യുവാവും കാമുകിയും കൂടെ വിവാഹം നടത്താനിരുന്ന ദിവസമായിരുന്നു. ഒരു സൈനികൻ എന്ന നിലയിൽ അയാൾക്ക് മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. തന്റെ കാമുകിയുടെ ഭാവി നശിപ്പിക്കേണ്ട എന്ന് കരുതി അയാൾ അവളുമായി വേർപിരിയാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഇതിനോടകം തന്നെ അവൾ അയാളുടെ കയ്യിലിരുന്ന വിവാഹ നിശ്ചയ മോതിരം കണ്ടിരുന്നു. ആ പുരുഷൻ തയ്യാറാക്കിയിരുന്ന മോതിരം അവൾ സ്വമേധയാ അവളുടെ കൈകളിലേക്ക് ഇടുന്നു. എന്നിട്ട് അവൾ അവനോട് ഗൗരവമായി പറഞ്ഞു, ഈ ജന്മത്തിൽ അവൾ വേറെ ആരെയും വിവാഹം കഴിക്കുകയില്ല. നീ തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരിക്കും. അപ്പോഴേക്കും സൈന്യത്തിൽ നിന്ന് വീണ്ടും ഉത്തരവ് വന്നു കഴിഞ്ഞിരുന്നു. അയാൾക്ക് അവളെ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവൾ കയ്യിലെ മോതിരം മുറുകെ പിടിച്ചു. ആ മനുഷ്യൻ സുരക്ഷിതമായി മടങ്ങി വരണേ എന്ന് പ്രാർത്ഥിച്ചു. നിർഭാഗ്യവശാൽ യുവാവ് യുദ്ധകളത്തിൽ ആക്രമിക്കപ്പെടുന്നു. പിന്നീട് അവനിൽ നിന്ന് യാതൊരു വിവരവും ലഭിച്ചില്ല. ആ പുരുഷന്റെ അമ്മ മകൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിനാൽ അവൻ എവിടെയാണെന്ന് കണ്ടെത്തുന്നവർക്ക് $100 മില്യൺ സമ്മാനമായി നൽകുമെന്ന് അവർ പറയുന്നു. വർഷങ്ങളായി ഈ സ്ത്രീ അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതുമൂലം മാതാപിതാക്കളുമായി പിണങ്ങി വീട് വിട്ടിറങ്ങുന്നു. മാലിന്യം പുറത്തെടുക്കുന്നതിനിടയിൽ വീണ്ടും അയാളെ കാണുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. യുവാവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു. അതിനാൽ അവൾ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പരിശോധനയ്ക്ക് ശേഷം അയാൾക്ക് തലച്ചോറിന് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അതുകൊണ്ട് തന്നെ മാനസിക വൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്നും അത് ഭേദമാക്കാൻ $2 മില്യൺ വേണമെന്നും ഡോക്ടർ പറയുന്നു. അവൾ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തു. പക്ഷേ ഇതുവരെ അവൾക്ക് മതിയായ പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ വീട്ടിലേക്ക് മടങ്ങി അച്ഛനമ്മമാരോട് പണം ആവശ്യപ്പെടാമെന്ന് അവൾ വിചാരിക്കുന്നു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ഛനമ്മമാർ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് അവൾ കാണുന്നു. പുരുഷന്റെ ചികിത്സാ ചെലവുകൾക്കായി മകൾ വളരെ കാലങ്ങളായി ആകുലതയിലായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ പണം സമ്പാദിക്കുമ്പോഴെല്ലാം രഹസ്യമായി അവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. സത്യം മനസ്സിലാക്കിയ പെൺകുട്ടി മാതാപിതാക്കളോട് ക്ഷമാപണം നടത്തുന്നു. പിറ്റേ ദിവസം അവർ വീട്ടിലെത്തിയപ്പോൾ അവരുടെ അമ്മാവൻ 60 വയസ്സുള്ള ഒരു വൃദ്ധൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും $1 മില്യൺ അവൾക്ക് സമ്മാനമായി നൽകുമെന്നും പറയുന്നു. എന്നാൽ പെൺകുട്ടി അത് നിരസിച്ചു. അയാൾ അത്ര സ്വഭാവ ഗുണമുള്ള ആളാണെങ്കിൽ സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ചു നൽകാൻ അവൾ പറയുന്നു. പ്രകോപിതയായ സ്ത്രീ അവളുടെ കരണത്തടിച്ചു. സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ യുവാവ് അവൾക്ക് വേണ്ടി മുന്നോട്ട് വന്നു. എന്നാൽ വഴക്കിനിടയിൽ യുവാവ് താഴേക്ക് വീണ് തല തറയിലിടിച്ച് അയാൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മ തിരികെ വരികയും ചെയ്യുന്നു. യുവാവിന് പരുക്ക് പറ്റിയെന്ന് മനസ്സിലായപ്പോൾ അമ്മാവന്റെ കുടുംബം അവിടെ നിന്നും പോകുന്നു. പുരുഷന്റെ കണ്ണിലെ ഭാവം കണ്ടപ്പോൾ അയാൾ ഓർമ്മകളെല്ലാം തിരിച്ചെടുത്തു എന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി. അയാൾ അവളുടെ മുഖത്ത് സ്പർശിക്കുകയും ചെയ്തതിനെല്ലാം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വളരെ വേഗം അവൾക്ക് ഗംഭീരമായൊരു വിവാഹാഘോഷം നൽകാമെന്ന് അയാൾ ഉറപ്പുകൊടുക്കുന്നു. തുടർന്ന് അയാൾ ഫോണെടുത്ത് അമ്മയെ വിളിക്കുന്നു.